ഹലോ മക്കളെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഗ്യാസ് ലോസ് ആൻഡ് മോൾ കൺസെപ്റ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ഗ്യാസ് ലോസ് എന്ന് പറയുന്ന ഭാഗം കൃത്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് അതിലെ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപാട് പേര് ഭയങ്കര ടഫാണ് അല്ലെങ്കിൽ പഠിക്കാൻ ഭയങ്കര പ്രയാസമാണെന്നൊക്കെ പറയുന്ന എന്നാൽ ഏറ്റവും വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഭാഗമാണ് മോൾ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എന്തുകൊണ്ടാണ് ഇത് പ്രയാസം എന്ന് പറയുന്നത് വെച്ചാൽ ഇവിടുന്ന് മെജോറിറ്റി ക്വസ്റ്റ്യൻസ് പ്രോബ്ലം ആയിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ പ്രോബ്ലം ചെയ്യാനുള്ള ഒരു ഡിഫിക്കൽട്ടിയാണ്. അത് നമ്മൾ പ്രോബ്ലം ചെയ്തിട്ട് തന്നെ അങ്ങോട്ട് തറോ ആക്കുക എന്നുള്ള മാർഗ്ഗം മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. അപ്പോൾ ആ പ്രോബ്ലങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ മോൾ കൺസെപ്റ്റുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യാം. നോക്കിയോളി, ഫസ്റ്റ് വൺ ശ്രദ്ധിക്കേണ്ട ഒരു സാധനം, ഇപ്പോൾ 1 മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, 1 മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 1 മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര എണ്ണമാണെന്ന് പഠിച്ചു വെക്കണം. നോക്കുക, 6.022 ഇൻറ്റു 10⁻23 എണ്ണമാണ് ഉണ്ടാവുക. അത് ആറ്റം ആണെങ്കിൽ അത്രയും ആറ്റങ്ങൾ ഉണ്ടാവും, അത് മോളിക്യൂൾസ് ആണെങ്കിൽ തന്മാത്രകളാണെങ്കിൽ അത്രയും തന്മാത്രകൾ ഉണ്ടാവും. ഓക്കെ, ദെൻ രണ്ടാമത്തത് 1 മോള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ STPയിൽ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിൽ 1 മോൾ എന്ന് പറയുന്ന ഏതൊരു ഗ്യാസിൻ്റെയും വോളിയം എന്ന് പറയുന്നത് 22.4 ലിറ്റർ ആയിരിക്കും. ഇതും പഠിച്ചു വെക്കാം. ഓക്കെ ആണല്ലോ, ഇത് രണ്ടും നമ്മൾ ആദ്യം ഒന്ന് ഓർത്ത് വെക്കാം. ഇനി ശ്രദ്ധിക്കുക, നമുക്ക് ഈ ചാപ്റ്ററിൽ നിർബന്ധമായിട്ടും കാൽക്കുലേറ്റ് ചെയ്യാൻ എപ്പോഴും ചോദിക്കുന്ന ഒരു സാധനമാണ് നമ്പർ ഓഫ് മോൾസ്. ഓക്കെ, മോളുകളുടെ എണ്ണം കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ മാസ്സാണ് തരുന്നതെങ്കിൽ അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് തന്നിരിക്കുന്ന മാസിനെ, ശ്രദ്ധിക്കുക, ഗിവൺ മാസിനെ, തന്നിരിക്കുന്ന മാസിനെ നമ്മൾ മോളിക്യുലാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. തന്മാത്ര മാസിനെ, തന്മാത്രയുടെ മാസ് അഥവാ മോളിക്കുലാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഇനി നമ്പർ ഓഫ് മോള് കാണാൻ തന്നെ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന മറ്റൊരു ഇക്വേഷൻ ഉണ്ട്. അവിടെ ഗിവൺ വോളിയം, ഓക്കെ, ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് മാസ് തരുന്നതിന് പകരം വോളിയം ലിറ്റർ ആയിരിക്കും തന്നിട്ടുണ്ടാവുക. അപ്പോൾ അവിടെ നമ്മൾ ഗിവൺ വോളിയത്തിനെ 22.4 എന്ന് പറയുന്ന മോളാർ വോളിയം കൊണ്ട് എന്ത് ചെയ്യണം, വ്യാപ്തം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, ഇത് രണ്ടും ഒന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ നമ്പർ ഓഫ് മോൾ കാണാൻ നമ്മൾ മാസ് തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, തന്നിരിക്കുന്ന മാസിനെ മോളിക്കുലാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യും. അത് ആറ്റം ആണെങ്കിൽ നമ്മൾ ആറ്റോമിക് മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, ഇനി വോളിയം അല്ലെങ്കിൽ വ്യാപ്തമാണ് തന്നിട്ടുണ്ടെങ്കിൽ ആ തന്നിരിക്കുന്ന വ്യാപ്തത്തിന്, ഓക്കെ, വോളിയം എന്ന് പറഞ്ഞാൽ വ്യാപ്തം, അതിനെ നമ്മൾ 22.4 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, ഈ രണ്ട് ഇക്വേഷൻ ഒന്ന് ക്ലിയർ ആക്കി വെക്കാം. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ആറ്റത്തിൻ്റെ മാസ് പഠിച്ചിരിക്കണം. ഓക്കെ, ആറ്റത്തിൻ്റെ മാസിനെ നമ്മൾ പറയുന്നതാണ് ആറ്റോമിക് മാസ്, നമ്മൾ അല്ലെങ്കിൽ റിലേറ്റീവ് അറ്റോമിക് മാസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾ കുറച്ച് ആളുകളത് മാത്രം പറയുകയാണ്. അപ്പോൾ ഹൈഡ്രജൻ്റെ അറ്റോമിക് മാസ് 1 ആണ്, കാർബണ് 12 ആണ്, ഓക്സിജന് 16 ആണ്, നൈട്രജൻ ഉണ്ട്, നൈട്രജൻ 14 ആണ്, സോഡിയം 23 ആണ്, സൾഫർ ഉണ്ട്, സൾഫർ 32 ആണ്, ക്ലോറിന് 35.5 ആണ്, ദെൻ കാൽഷ്യം 40 ആണ്. നമ്മൾ ഏകദേശം ഇത്രയെങ്കിലും ആളുകളുടെ അറ്റോമിക് മാസ് നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ തരാതെയും ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുക, അപ്പോൾ നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ ആറ്റത്തിൻ്റെ മാസുകളാണ് തന്നിരിക്കുന്നത്. ഓക്കെ, ഇത് നമുക്കറിയാം, ആറ്റങ്ങൾ കൂടി ചേർന്നിട്ടാണ് മോളിക്യൂൾസ് ഉണ്ടാകുന്നത്, തന്മാത്ര ഉണ്ടാകുന്നത്. അപ്പോൾ തന്മാത്രയുടെ മാസിനെ നമ്മൾ പറയുന്ന പേരാണെന്ത്, മോളിക്കുലാർ മാസ്. ഒരു എക്സാമ്പിൾ നോക്കിക്കോളി, NH3 നിർബന്ധമായിട്ടും പഠിക്കേണ്ട ഒരാളാണ് NH3. ശ്രദ്ധിക്കുക, NH3 എന്ന് പറയുന്ന സമയത്ത് നോക്കി, NH3 എന്ന് പറയുന്ന സമയത്ത് അതിലെന്തുണ്ട്, ഒരു നൈട്രജൻ ഉണ്ട്. സോ ആ നൈട്രജൻ്റെ മാസ് 14, ഇവിടെ നമുക്കറിയാം 14. ഒരു ഹൈഡ്രജൻ്റെ മാസ് 1 ആണ്, പക്ഷേ ഹൈഡ്രജൻ 3 ഉണ്ട്. അപ്പോൾ അത് മൊത്തത്തിൽ കൂട്ടുന്ന സമയത്ത് അതിൻ്റെ മാസ് നമുക്ക് 17 എന്ന് കിട്ടും. ഓക്കെ, ദെൻ ഇനി അടുത്ത് നോക്കി കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മോളിക്കുലാർ മാസ് ചോദിച്ചാൽ ശ്രദ്ധിക്കുക, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മോളിക്കുലാർ മാസ്, കാർബണിൻ്റെ മാസ് 12. ഓക്കെ, ഓക്സിജൻ്റെ മാസ് നമുക്കറിയാം 16, പക്ഷേ ഓക്സിജൻ എത്ര ഉണ്ട്, 2 എണ്ണം. അപ്പോൾ 16 32, 32ലേക്ക് ആ 12 ആഡ് ചെയ്യുന്നു, അപ്പോൾ ടോട്ടൽ ആഡ് ചെയ്യുമ്പോൾ 44. ഇങ്ങനെ ഓരോ മോളിക്യൂളിൻ്റെ മാസ് നമ്മൾ എന്ത് ചെയ്യണം, കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കണം. നിർബന്ധമായിട്ടും പഠിക്കേണ്ട 2 ആളുകളാണ്, ഒന്ന് NH3യും കാർബൺ ഡൈ ഓക്സൈഡ്. ഇത് പറയാനുള്ള കാരണം ഒരുപാട് ക്വസ്റ്റ്യനിൽ അങ്ങനെയാണ് വരിക, NH3യും കാർബൺ ഡൈ ഓക്സൈഡാണ് സാധാരണഗതിയിൽ വരിക, പിന്നെ SO2 വരിക, വേറെ മോളിക്യൂൾസ് ഒക്കെ വരിക, പക്ഷേ കോമൺ ആയിട്ട് ഒരുപാട് തവണ വന്നത് NH3യും കാർബൺ ഡൈ ഓക്സൈഡാണ്. ഓക്കെ, റെഡി. അപ്പോൾ ഏതൊരു മോളിക്യൂളുണ്ട്, ഇപ്പോൾ H2ൻ്റെ മാസ് എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റണം, Hൻ്റെ മാസ് 1 ആണ്, അപ്പോൾ H2ൻ്റെ മാസ് 2 ആണ്. ഓക്കെ, O2ൻ്റെ മാസ് എത്രയാണെന്ന് ചോദിച്ചാൽ O 16 ആണ്, അപ്പോൾ O2 32 ആണ്.
ഓക്കെ, അപ്പോൾ ഇത് മോളിക്കുലാർ മാസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇതിലൊന്ന് തറയായിട്ട് വെക്കുക. ഒന്ന് നമ്മളൊരു മോൾ എന്ന് പറഞ്ഞാൽ എത്ര മോളിക്യൂൾസ് എത്ര ആറ്റം എന്ന് ചോദിച്ചാൽ 6.022 × 10⁻23 അത് റെഡി. ഓക്കെ, ഇനി ഒരു മോളിൻ്റെ വോളിയം എത്രയെന്ന് ചോദിച്ചാൽ 22.4 ലിറ്റർ അത് റെഡി. ഓക്കെ, പിന്നെ നമ്പർ ഓഫ് മോൾ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള 2 ഇക്വേഷൻ പറഞ്ഞു. ഗിവൺ മാസിനെ മോളിക്കുലാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം, മാസ് തന്നാലാണ് ഇത് ചെയ്യേണ്ടത്. മോളിക്കുലാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മോൾ കിട്ടും. ഓക്കെ, ഇനി നമ്പർ ഓഫ് മോൾ കാണാൻ വോളിയമാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളതെങ്കിൽ ലിറ്ററിൽ തന്നു, അപ്പോൾ നമ്മൾ നേരെ അതിന് 22.4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, നമുക്ക് നമ്പർ ഓഫ് മോൾ കിട്ടുന്നു. നമ്പർ ഓഫ് മോൾ കിട്ടിയാൽ നമുക്ക് മോളിക്യൂൾസിൻ്റെ എണ്ണം കാണാൻ പറ്റും. 1 മോൾ എന്ന് പറഞ്ഞാൽ ഇത്രയും എണ്ണമാണ്. അപ്പോൾ 2 മോൾ എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു അത് വരും 2 ഇൻറ്റു. ഓക്കെ, അങ്ങനെ 2 ഇൻറ്റു കൊടുത്താൽ മതി. 10 മോൾ എന്ന് പറയുമ്പോൾ 10 ഇൻറ്റു കൊടുത്താൽ മതി. അങ്ങനെ അത് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു സാധനം, ചില സമയത്ത് നിങ്ങളോട് കാൽക്കുലേറ്റ് ദ വോളിയം എന്ന് ചോദിക്കും. അതാ ഈ വോളിയം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറയും. അപ്പോൾ ചെയ്യേണ്ടത് ഈ വോളിയം കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ നോക്കി നമ്പർ ഓഫ് മോളിനെ നമ്മൾ ഈ 22.4 ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എന്താവും ഇൻറ്റു 22.4. അപ്പോൾ വോളിയം കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിച്ചാൽ എന്താ ചെയ്യുക, നമ്പർ ഓഫ് മോൾ ഇൻറ്റു 22.4. ചില സമയത്ത് നിങ്ങളോട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ മാസിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, നമ്പർ ഓഫ് മോൾ ഇൻറ്റു മോളിക്കുലാർ മാസ്, നമ്പർ ഓഫ് മോൾ ഇൻറ്റു മോളിക്കുലാർ മാസ്. ഇതും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി നമ്മൾ ഈ ഭാഗവുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം, നോക്കാം. ആദ്യം തന്നെ ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കുക. ആദ്യം തന്നിട്ടുള്ളത് 6.022 × 10⁻23 അമോണിയ എന്നാണ് തന്നിട്ടുള്ളത്. റെഡി, ഇത് ഈ സാധനം ഇതാ 6.022 × 10⁻23 എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ്, 1 മോളാണ്. 1 മോളാണ്. അമോണിയയുടെ മോളിക്കുലാർ മാസ് 1 മോൾ അമോണിയ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മോളിക്കുലാർ മാസ്സാണ്. അമോണിയയുടെ മോളിക്കുലാർ മാസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എത്രയാണ്, 17. സോ 1 മോൾ അമോണിയ എന്ന് പറഞ്ഞാൽ എത്ര ഗ്രാം ഉണ്ടാവും, 17 ഗ്രാം ഉണ്ടാവും. സോ ഇത് നമ്മൾ നേരെ ഇങ്ങോട്ട് മാച്ച് ചെയ്തു. റെഡി, 17 ഗ്രാം. ഓക്കെ, ഇനി അടുത്ത നോക്കി 22.4 ലിറ്റർ അമോണിയ. 22.4 ലിറ്റർ എന്ന് പറഞ്ഞാൽ അതാ പറയും 22.4 ലിറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, 1 മോളാണ്. 1 മോളാണ്. സോ നോക്കി 22.4 ലിറ്റർ അമോണിയ, സോറി അമോണിയ അല്ല ഹൈഡ്രജൻ ആണ്. ഓക്കെ, അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇതൊരു 1 മോൾ ഹൈഡ്രജൻ എന്നാണ് അർത്ഥം. സോ നോക്കി ഹൈഡ്രജൻ്റെ മാസ് എന്താണ്, ഹൈഡ്രജൻ്റെ മാസ് 2 ആണ്. അപ്പോൾ നമ്മൾ എഴുതി ഹൈഡ്രജൻ 1 മോൾ ഹൈഡ്രജൻ 22.4 എന്ന് പറഞ്ഞാൽ 1 മോളാണ്. സോ 1 മോൾ ഹൈഡ്രജൻ്റെ മാസ് 2 ഗ്രാം അത് റെഡി. ഓക്കെ, ദെൻ അടുത്തത് ലാസ്റ്റ് 1 മോൾ കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മാസ് നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തതാണ് 44. അപ്പോൾ നോക്കി 1 മോൾ കാർബൺ ഡൈ ഓക്സൈഡ് 44. ഇതിപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇവിടെ 2 മോൾ കാർബൺ ഡൈ ഓക്സൈഡ് എന്നാണ് തന്നതെങ്കിൽ 44 പകരം അതെന്താവും 88 ആവും. ഓക്കെ, അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മാസ് മോൾ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മാസ് 44 നമ്മൾ എടുക്കുന്ന മാസ് 44 ആണെങ്കിൽ അത് 1 മോൾ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എടുക്കുന്നത് 88 ഗ്രാം ആണെങ്കിൽ അത് 2 മോൾ ഉണ്ടാവും. ഈ ഒരു കൺസെപ്റ്റാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. റെഡി ആണല്ലോ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ ആണല്ലോ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ എ സാമ്പിൾ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കണ്ടെയ്ൻ 3 × 6.022 × 10⁻, ഇവിടെ 10⁻23 എന്നാണ് കേട്ടോ. ഇവിടെ കറക്റ്റാണ് 10⁻23. ഓക്കെ, അപ്പോൾ നമ്മളെടുത്തൊരു സാമ്പിൾ ഉണ്ട്. ഇവിടെ ശ്രദ്ധിക്കുക, കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന ഒരു സാമ്പിൾ ഉണ്ട്. എത്ര എണ്ണാണുള്ളത്, 3 × 6.022 × 10⁻23. ഓക്കെ, അവിടെ ശ്രദ്ധിക്കേണ്ടത് 6.022 × 10⁻23 എന്ന് പറഞ്ഞാൽ അത് എത്ര മോളാ, 1 മോളാ. അപ്പോൾ 3 × 6 എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ ഈ തന്ന ഈ സാമ്പിള് എത്ര മോൾ ഉണ്ടാവും, ഇത് 3 മോൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കണം. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ എത്ര മോൾ സാമ്പിളാണ് നമുക്ക് തന്നിട്ടുള്ളത്, 3 മോൾ. ഇനി ചോദ്യം നോക്കാം, ഈ കാർബൺ ഡൈ ഓക്സൈഡ് സാമ്പിളിലുള്ള അത്രയും എണ്ണം തന്മാത്രകൾ അടങ്ങിയ അമോണിയ എത്ര മോൾ ഉണ്ടാവും. ഈ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ എടുത്തിട്ടുള്ളത് 3 × 6.022 × 10⁻23 ആണ്. ഇതേ എണ്ണം അമോണിയ നമ്മൾ എടുത്താൽ അത് എത്ര മോൾ ഉണ്ടാവും, ഒരു പ്രശ്നമില്ല, അത് എത്ര മോൾ ഉണ്ടാവും, അത് 3 മോൾ ഉണ്ടാവും. കാരണം എന്താ, ഇതേ എണ്ണം എന്ന് പറയുമ്പോൾ 3 × 6.022 × 10⁻23 ആണ് നമ്മൾ അമോണിയ എടുക്കുന്നത്. അപ്പോൾ അത് എത്ര മോൾ തന്നെ ഉണ്ടാവും, ആ 6.022 × 10⁻23യുടെ മുന്നിലുള്ള ആ 3 ആണ് അതിൻ്റെ ആൻസർ വരിക. അപ്പോൾ 3 മോൾ എന്ന ആൻസർ കിട്ടും. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്, 3 മോൾ. പക്ഷേ അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് അമോണിയ.
കാരണം നമുക്ക് അമോണിയയുടെ മാസ് കിട്ടുന്നത് ശരിക്കും അമോണിയ നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അമോണിയ എത്രയാണ്? 17 മാസ്. പക്ഷെ അത് 1 മോൾ അമോണിയയുടെ മാസാണ് 17. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇവിടെ എത്ര മോളെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്? എത്ര മോളെന്ന് കിട്ടിയിട്ടുണ്ട്? 3 മോള്. അപ്പോൾ 3 മോളിൻ്റെ മാസ് 3 × 17. 3 × 17 എത്ര ഉണ്ടാവും? 17 34. 34 44 51 ഗ്രാം എന്ന ആൻസർ കിട്ടും. റെഡി. അപ്പോൾ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. ഫൈൻഡ് ദ വോളിയം ഓഫ് അമോണിയ അറ്റ് STP വിച്ച് കണ്ടെയ്ൻ ദ സെയിം നമ്പർ ഓഫ് മോൾ ആസ് ദാറ്റ് ഓഫ് ദ സാമ്പിൾ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. നമുക്ക് നേരെ മുകളിൽ തന്നതാ 3.3 × 6 അതേ എണ്ണം തന്മാത്രകൾ മോളിക്യൂൾസ് ഉള്ള ഒരു സാമ്പിൾ, അമോണിയയുടെ സാമ്പിൾ എന്ന് പറഞ്ഞാൽ 3 മോൾ തന്നെയാണല്ലോ. അതിൻ്റെ എന്താണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്? വോളിയമാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഞാൻ പറഞ്ഞിട്ടുണ്ട് തുടക്കത്തിൽ. ഇതാ നോക്കി, വോളിയം കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ നമ്പർ ഓഫ് മോളിനെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്യുന്നു? 22.4 കൊണ്ട് ഇൻറ്റു ചെയ്യുന്നു. അപ്പോൾ നോക്കി, ഇവിടെ വോളിയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമ്മുടെ നമ്പർ ഓഫ് മോൾ എന്താ? 3 ആണ്. 3നെ നമ്മൾ 22.4 കൊണ്ട് ഇൻറ്റു ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? 67.2 ലിറ്റർ എന്ന് കിട്ടുന്നു. റെഡിയാണല്ലോ. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ. എന്നാൽ മറ്റൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. നോക്കി, മറ്റൊരു സാമ്പിൾ തന്നിട്ടുണ്ട്. എന്താണ്? എ സാമ്പിൾ ഓഫ് അമോണിയ ഹാസ് വോളിയം 2240 ലിറ്റർ. 2240 ലിറ്റർ അമോണിയ ഗ്യാസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തന്നത് എന്താണ്? വോളിയമാണ്. ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്ര ഇവിടെ തന്നെ നോക്കിയതാ, വോളിയം തന്നാൽ മോള് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. തന്ന വോളിയത്തിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? 22.4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ തന്നെ നോക്കി, ക്വസ്റ്റ്യൻ എന്താ? ഫൈൻഡ് ദ നമ്പർ ഓഫ് മോൾ. നോക്കി മോളുകളുടെ എണ്ണം കണ്ടെത്തുക. അപ്പോൾ ഇത്ര ചെയ്താൽ മതി. ഇതാ നോക്കി, 2240നെ 22.4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 224 നമ്മൾ 22.4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 10 കിട്ടും. അപ്പോൾ 2240 നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? 100 എന്ന് കിട്ടുന്നു. സോ ദ ആൻസർ ഈസ് 100 മോൾ. ഓക്കെ, 100 മോളാണ് ആൻസർ. ഇനി ഫൈൻഡ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഈക്വൽ ടു ദാറ്റ് ഓഫ് സാമ്പിൾ ഓഫ് അമോണിയ. ഇപ്പം നമ്മൾ 2240 ലിറ്റർ അമോണിയൻ്റെ ആ സാമ്പിളിന് ഈക്വൽ ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിലുള്ള നമ്പർ ഓഫ് മോളിക്യൂൾ അതിന് ഈക്വൽ ആയിട്ട് ഇതെടുത്താൽ അത് 100 മോളാണെങ്കിൽ ഇതും എന്ത് തന്നെയാണ്? 100 മോൾ തന്നെ, ഒരു സംശയമില്ല. അപ്പോൾ അതിലുള്ള ഒരു മോളിൽ നമുക്കറിയാം 6.022 × 10⁻23. അപ്പോൾ 100 മോളിലുള്ള മോളിക്യൂൾസിൻ്റെ എണ്ണം 100 × 6.022 × 10⁻23. ദാറ്റ് ഈസ് ദ ആൻസർ. ഓക്കെ. ഇനി അടുത്ത് നോക്കി, ഫൈൻഡ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് പ്രസൻറ്റ് ഇൻ. നോക്കാം 396 ഗ്രാമാണ്. 396 ഗ്രാം. ഇവിടെ മാസാ തന്നത്. മാസ് തന്നിട്ട് എന്താണ് ചോദിക്കണത്? മോളുകളുടെ എണ്ണം പറഞ്ഞിട്ടുണ്ട്. മാസ് തന്നിട്ട് മോളുകളുടെ എണ്ണം ചോദിച്ചാൽ തന്ന മാസിനെ ഏതാ തന്ന മാസ്? 396നെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മോളിക്കുലാർ മാസ് വീണ്ടും പറയുകയാണ് 44 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മോളിക്കുലാർ മാസ്സായിട്ടുള്ള 44 കൊണ്ട് 396നെ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നു 9 മോൾ. അതാണ് ആൻസർ. ഓക്കെ. ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ കൃത്യമായിട്ട് ചെയ്ത് പ്രാക്ടീസ് ആവാൻ വേണം. മറ്റൊരു ക്വസ്റ്റ്യനും കൂടി നോക്കാം. 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കി, ദ ഗ്യാസ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് SO2, 2 ഗ്യാസ് ഉണ്ട്. CO2 ഉണ്ട്, SO2 ഉണ്ട്. കെപ്റ്റ് അറ്റ് STP എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഓക്കെ, നമ്മളൊരു കണ്ടീഷനാണ്. ഓക്കെ, ടെമ്പറേച്ചറും പ്രഷറും സ്റ്റാൻഡേർഡ് ആക്കി വെക്കുന്നു. ഓക്കെ, ദെയർ വോളിയം ഈസ് 112 ലിറ്റർ, 112 ലിറ്റർ. ഓക്കെ, ശ്രദ്ധിക്കണം. വാട്ട് ഈസ് ദ വോളിയം ഓഫ് 1 മോൾ ഓഫ് ഗ്യാസ് അറ്റ് STP? ഈ മേലെ തന്ന സെൻറ്റൻസുമായിട്ട് ഇതിനൊരു ബന്ധം വേണ്ട, നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തതാ. STPയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മോൾ വാതകത്തിൻ്റെ STPയിൽ സ്ഥിതി ചെയ്യുന്ന ഏതൊരു മോൾ വാതകത്തിൻ്റെയും വ്യാപ്തം എന്താണെന്ന് നമ്മൾ തുടക്കത്തിൽ പറയുന്നു, 22.4 ലിറ്റർ ആണെന്ന് പറയുന്നു. സോ ഈസി ആയിട്ട് അതിന് ആൻസർ എഴുതുന്നു 22.4 ലിറ്റർ. ഓക്കെ, അടുത്തത്, വാട്ട് ഈസ് ദ മാസ് ഓഫ് 112 ലിറ്റർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്? ഇത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന 2 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. നോക്കി നമുക്ക് തന്നത് 112 ലിറ്റർ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് തന്നിട്ടുള്ളത് എന്താണ്? വോളിയമാണ്. പക്ഷെ നിങ്ങളോട് ചോദിക്കുന്നത് എന്താണ്? മാസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. ഇതാണ് ക്വസ്റ്റ്യൻ.
ഓക്കെ, തുടക്കത്തിൽ തന്നെ വീണ്ടും പോവുകയാണ്. ശ്രദ്ധിച്ചോളി, തുടക്കത്തിൽ നമ്മൾ പറയുന്നു മാസ് കാണാനുള്ള ഇക്വേഷൻ നമ്പർ ഓഫ് മോളിനെ നമ്മൾ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി? മോളിക്കുലാർ മാസ് കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. അപ്പോൾ ഞാൻ എഴുതി വെക്കുന്നു മാസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോള് ഇൻറ്റു മോളിക്കുലാർ മാസ്. ഇത് ചെയ്താൽ കിട്ടും, ആൻസർ കിട്ടും. ഓക്കെ, പക്ഷേ ഇവിടെ ക്വസ്റ്റ്യനിൽ നമ്പർ ഓഫ് മോൾ തന്നിട്ടില്ല. നമ്പർ ഓഫ് മോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമ്പർ ഓഫ് മോൾ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ഇവിടെ എന്താ തന്നിട്ടുള്ളത്? 112 ലിറ്റർ എന്നാണ് തന്നിട്ടുള്ളത്. വ്യാപ്തം തന്നാൽ മോള് കാണാൻ തന്ന വ്യാപ്തത്തിനെ നമ്മുടെ മോളാർ വ്യാപ്തമായ 22.4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. സോ അപ്പോൾ എന്ത് കിട്ടുന്നു? 5 മോൾ എന്ന് കിട്ടുന്നു. അപ്പോൾ മോള് കിട്ടി. ഈ മോളിനെ നമ്മൾ നേരെ ഇവിടെ കൊണ്ടുപോയി കൊടുക്കണു. അപ്പോൾ നമുക്ക് മാസ് കിട്ടും. എന്താ നോക്കി, മാസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾ എത്ര കിട്ടി? 5. സോ 5 ഇൻറ്റു കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മോളിക്കുലാർ മാസ് വീണ്ടും പറയുകയാണ്. എത്രയാണ്? 44. 5 ഇൻറ്റു 44 എത്ര കിട്ടുന്നു? 220 ഗ്രാം. ചുരുക്കി പറഞ്ഞാൽ 112 ലിറ്റർ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ എടുത്താൽ അതിൻ്റെ മാസ് എത്ര ഉണ്ടാവും? 220 ഗ്രാം ഉണ്ടാവും. അതാണ് ക്വസ്റ്റ്യൻ, അതാണ് അതിൻ്റെ ആൻസർ. ഓക്കെ ആണല്ലോ? ഓക്കെ, എന്നാൽ മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കുക. അതുപോലെ തന്നെ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കിയോളി. എ സാമ്പിൾ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. നോക്കി, കാർബൺ ഡൈ ഓക്സൈഡ് തന്നെയാണ് വീണ്ടും തരുന്നത്. നമുക്കറിയാം മോളിക്കുലാർ മാസ് 44, അതിൽ സംശയമില്ല. ഓക്കെ, കണ്ടെയ്ൻ 176 ഗ്രാം. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് എത്രയാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ളത്? നോക്കി, 176 ഗ്രാം. ഓക്കെ, നമ്മളോട് എന്താ ചോദിച്ചിട്ടുള്ളത്? വോളിയം. ശ്രദ്ധിക്കണം. നേരത്തെ തന്ന ചോദ്യത്തിൻ്റെ മറ്റൊരു പതിപ്പ് നോക്കി. 176 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്ന എന്താ? മാസ്. ഓക്കെ, ഇനി ക്വസ്റ്റ്യനിൽ ചോദിക്കണം എന്താ? ഇതിൻ്റെ എന്ത് കാണാനാണ്? വോളിയം കാൽക്കുലേറ്റ് ചെയ്യാനാണ് ക്വസ്റ്റ്യനിൽ ചോദിക്കണം. ശ്രദ്ധിച്ചോളി, വോളിയാണ് നിങ്ങൾ തന്നത് മാസാണ്, നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താണ്? വോളിയാണ്. അപ്പോൾ നോക്കിയോളി, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വോളിയം കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ബാക്കിൽ പോയാൽ നമ്മളെ ഇക്വേഷൻ ഉണ്ട്. നമ്പർ ഓഫ് മോൾ ഇൻറ്റു 22.4. ഒരു മാറ്റമില്ല. വോളിയം കാണാൻ മാസാണെങ്കിൽ നമ്പർ ഓഫ് മോൾ ഇൻറ്റു മോളിക്കുലാർ മാസ്, വോളിയം ആണെങ്കിൽ നമ്പർ ഓഫ് മോൾ ഇൻറ്റു 22.4. അതിൽ മാറ്റില്ല. ഓക്കെ, പക്ഷേ ഇവിടെ നമ്പർ ഓഫ് മോൾ തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് കാണുന്നു? നമ്പർ ഓഫ് മോൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് മോള് കാൽക്കുലേറ്റ് ചെയ്യാൻ ഇവിടെ മാസ് തന്നിട്ടുണ്ട്. ആ തന്ന മാസിനെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മോളിക്കുലാർ മാസ് എത്രയാണ്? കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മോളിക്കുലാർ മാസ് 44 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 176 ഡിവൈഡ് ബൈ 44 എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം കറക്റ്റ് 4 മോള് എന്ന് കിട്ടുന്നു. 4 മോള്. റെഡി? 4 മോള്. ഓക്കെ, അപ്പോൾ ആ മോളിനെ നേരെ ഇവിടെ കൊണ്ടുപോയി കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് വോളിയം കിട്ടുന്നു. സോ വോളിയം ഈക്വൽ ടു എന്താ എഴുതിയത്? നമ്പർ ഓഫ് മോള്. എന്താ എഴുതിയത്? നമ്പർ ഓഫ് മോള്. നമ്പർ ഓഫ് മോൾ എത്ര? 4 ഇൻറ്റു എത്ര എഴുതണം? 22.4. 4 ഇൻറ്റു 22.4 എന്ന് പറഞ്ഞാൽ 44.8. 44.8ൻ്റെ ഇരട്ടി എത്ര വരും? 89.6 ലിറ്റർ എന്ന് ആൻസർ കിട്ടും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ക്വസ്റ്റ്യനാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ശ്രദ്ധിച്ചോളി, ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് എന്ത് തരുന്നു? മാസ് തരുന്നു. നിങ്ങളോട് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നു? വോളിയം കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നു. ഇനി ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് തരുന്നു? വോളിയം തരുന്നു. എന്നിട്ട് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നു? മാസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നു. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ചെയ്യുന്ന 2 എക്സാമ്പിളായിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോൾ ചെയ്ത് കഴിഞ്ഞു. സോ ശ്രദ്ധിക്കുക, ആ 2 ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2 മാർക്കിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി നോക്കിയോളി. നമ്മുടെ ഗ്യാസ് ലോസ് ആൻഡ് മോൾ കൺസെപ്റ്റിൽ നമുക്ക് പരമാവധി ചെയ്യാൻ പറ്റുക, പരമാവധി എത്ര ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുമോ അത്രയും ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് എക്സാമിന് പോകുന്നുള്ളതാണ്. അല്ലാതെ ഈ കോൺസെപ്റ്റ് കണ്ടൻറ്റുകൾ വെറുതെ ഇങ്ങനെ കാണാതെ പഠിച്ചിട്ട് പരീക്ഷയ്ക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് മോൾ കൺസെപ്റ്റിൽ ഒരു ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇതിൽ അറിഞ്ഞിരിക്കേണ്ട കൺസെപ്റ്റുകൾ വളരെ സിമ്പിളാണ്. നമുക്ക് ഒരു മോൾ എന്ന് പറഞ്ഞാൽ അവഗാഡ്രോ നമ്പറാണ്. ദെൻ ഒരു മോൾ എന്ന് പറഞ്ഞാൽ 22.4 ലിറ്ററാണ്. മോള് കാണാൻ നമ്മൾ മാസ് തന്നാൽ മാസിനെ മോളിക്കുലാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. മോള് കാണാൻ നമ്മൾ അതുപോലെ തന്നെ വോളിയം തന്നാൽ അതിന് 22.4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. പിന്നെ കുറച്ച് ആളുകളുടെ അറ്റോമിക് മാസുകൾ പഠിക്കുന്നു. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ മോളിക്കുലാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിക്കുന്നു. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞ എല്ലാ ക്വസ്റ്റ്യനും എന്ത് ചെയ്തിട്ടുള്ളത്? അറ്റൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ കുറച്ചും കൂടിയും അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, മോള് തന്നിട്ട് നമ്മളോട് മാസ് ചോദിച്ചാൽ തന്ന മോളിനെ മോളിക്കുലാർ മാസ് കൊണ്ട് ഇൻറ്റു ചെയ്യുന്നു. ഓക്കെ, മോള് തന്നിട്ട് നമ്മളോട് വോളിയം ചോദിച്ചാൽ നമ്മൾ തന്ന മോളിനെ 22.4 കൊണ്ട് ഇൻറ്റു ചെയ്യുന്നു. ഈ സാധനം ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസും പരമാവധി ചെയ്ത് വളരെ കൃത്യമായിട്ട് പഠിച്ചിട്ട് നമ്മൾ ഈ മോൾ കൺസെപ്റ്റ് നമുക്ക് ഈസി ആയിട്ട് ഉത്തരങ്ങൾ കിട്ടുന്ന ഒരു ഭാഗമാണ് മോൾ കൺസെപ്റ്റ്. പലരും ഭയങ്കര ടഫാണെന്ന് പറയാനുള്ള കാരണം അവരതിൽ പ്രോബ്ലങ്ങൾ ചെയ്ത് എക്സാമിന് അറ്റൻഡ് ചെയ്യാത്തതിൻ്റെ ഒരു പ്രശ്നമാണ്. അതൊക്കെ ക്ലിയർ ആവും. ഈ പറഞ്ഞ എല്ലാ പ്രോബ്ലംസും ഒരു വട്ടം കൂടി ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ക്രിസ്മസ് എക്സാമിന് പോവുക. നല്ല മാർക്ക് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിൻ്റെ ബാക്കി ഭാഗവുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ.